പ്രധാനപ്പെട്ട സ്ഥലമാണ് ഈ കല്ല് നിൽക്കുന്ന സ്ഥലം. ഇവിടെ നമ്മൾ ഉണ്ടാവുകയല്ല, ഹാജി ഇവിടെ ഉണ്ടായിരിക്കേണ്ട ദിവസം ബലി പെരുന്നാളിന്റെ തലേ ദിവസമാണ്. ഇതും ഇന്ന് ഓപ്പണല്ല. ഇതൊക്കെ ഹജ്ജിന്റെ സീസണുകളിൽ മാത്രമേ തുറന്ന് പ്രവർത്തിക്കുകയുള്ളൂ. വർഷത്തിൽ ഒരു ദിവസത്തെ അല്ലെങ്കിൽ 2 ദിവസത്തെ ഉപയോഗത്തിന് വേണ്ടി മാത്രമാണ് ഇതൊക്കെ സംവിധാനിച്ചിരിക്കുന്നത്. അറഫയിൽ, മുസ്ദലിഫയിൽ നമ്മളിവിടെ കാണുന്ന മറ്റൊരു രംഗമുണ്ട്. അറബിയെന്നോ അനറബിയെന്നോ, കറുത്തവനെന്നോ വെളുത്തവനെന്നോ, സ്ത്രീ ആണെന്നോ പെണ്ണോ വ്യത്യാസമില്ലാതെ, സ്ത്രീ പുരുഷ ഭേദമന്യേ, ദേശഭാഷാന്തരങ്ങളില്ലാതെ ഇവിടെ വെച്ചുകൊണ്ട് നമുക്ക് ഒതുകൊണ്ടിരുന്ന മനുഷ്യന്മാർ, ആളുകൾ, ഹാജിമാർ കല്ല് പെറുക്കുന്ന രംഗം നമുക്ക് കാണാൻ കഴിയും. ദുൽഹിജ്ജ 9 അന്ന് രാത്രി അറഫയിൽ നിന്ന് മടങ്ങിയതിനു ശേഷം ഹാജിമാർ താവളമടിക്കുന്ന താവളമാണ് മുസ്ദലിഫയാണ് നമ്മളിപ്പോൾ എത്തിപ്പെട്ട സ്ഥലം. നമ്മുടെ വീടുകളിൽ പെരുന്നാൾ വിഭവങ്ങൾ എടുക്കുന്ന ഉമ്മമാർ ഒരുക്കിക്കൊണ്ടിരിക്കുമ്പോൾ കൊച്ചുകുട്ടികൾ കയ്യിൽ മൈലാഞ്ചി അണിഞ്ഞുകൊണ്ട്, കയ്യിൽ പ്ലാസ്റ്റിക് കവറും വെച്ച്, കൈ വിട്ടുവെച്ചുകൊണ്ട് കിടന്നുറങ്ങുന്ന നേരം ഇതാ ഉമ്മയും മുത്തയും ഹജ്ജിന് വന്ന ആളുകൾ ഇവിടെ വന്നുകൊണ്ട് കൊച്ചുകുട്ടികളെ പോലെ കല്ലുകൾ പെറുക്കുന്ന രംഗം നമുക്ക് കാണാൻ കഴിയും. 70 കല്ലുകളാണ് വേണ്ടത്. ഏറ്റവും വലിയ കല്ലുകളല്ല വേണ്ടത്, ചെറിയ കടലമണി വലുപ്പത്തിലുള്ള ചെറിയ കല്ലുകളാണ് വേണ്ടത്. മൊത്തം 70 കല്ലുകളാണ് വേണ്ടത്. അല്പം കൂടുതൽ എടുക്കുന്നത് നല്ലതാണ്. ജംറകളെ എറിയുക, ശൈത്താന്റെ പ്രതീകങ്ങളായ ജംറകളെ എറിയുവാൻ വേണ്ടിയാണ് കല്ലുകൾ ശേഖരിക്കുന്നത്. മൊത്തത്തിൽ 70 കല്ലുകളാണ്. ആ കല്ല് എവിടെയുള്ള കല്ലുകളുമാവാം. എന്നാൽ ആവുന്ന കല്ല് മുസ്ദലിഫയിലെ കല്ലായിരിക്കുക എന്നുള്ള പ്രത്യേകത ഉണ്ടായതുകൊണ്ടാണ് ഇവിടെ തന്നെ കല്ല് കൊടുക്കുന്നത്. കല്ല് പുറത്തി ഹാജിമാർ ഇന്നിപ്പോ ദിവസത്തായി പെരുന്നാൾ, നാളെ പെരുന്നാളാണ്. നാളെ അറഫയിൽ മടങ്ങി, ഇന്ന് പകല് നമ്മള് അറഫയിലായി.